എന്താ പ്രശ്നം? ബികോമിന് തോറ്റ SFI നേതാവ് എങ്ങനെയാണ് എംകോമിന് ചേർന്നതെന്ന് ചോദിക്കില്ലേ ആരും അവിടെ? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. SFIയുടെ ഏരിയ സെക്രട്ടറിക്കോ അതല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കോ CPM ഭാരവാഹികൾക്കോ ഇയാള് ബികോം തോറ്റല്ലോ, ബികോം തോറ്റ ആൾ എങ്ങനെയാണ് എംകോമിന് ചേരുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ സംശയം. 6 സെമസ്റ്റർ പരീക്ഷ എഴുതിയതിനു ശേഷം ഇദ്ദേഹം കോഴ്സ് വിജയിക്കുന്നില്ല, ഫെയിൽഡ് ആണ്. ബികോം തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് അതേ സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചുകൊണ്ട് ആ കോളേജ് എംകോമിന് അഡ്മിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ? അതേ ഡിപ്പാർട്ട്മെന്റിൽ അതേ HOD, അതേ അധ്യാപകർ, അതേ പ്രിൻസിപ്പൽ. നോക്കൂ, കേരളത്തിലെ ഒരു കോളേജിൽ നടക്കുകയാണ് ആർഷോ ഇത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകും എന്നുള്ളത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ബികോമിന് തോറ്റ SFI നേതാവ് എങ്ങനെയാണ് എംകോമിന് ചേർന്നതെന്ന് ചോദിക്കില്ലേ ആരും അവിടെ? അല്ല, മാധ്യമ വാർത്തകളിൽ ഉൾപ്പെടെ ഈ വിഷയം അത് സ്വാഭാവികമായിട്ടും കോളേജാണ് ചോദിക്കേണ്ടത്. ആർഷോ അസന്നിഗ്ധമായി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കലിംഗ സർവകലാശാലയിൽ മുഴുവൻ പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിഖിൽ, മുഴുവൻ പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയാനാണ്. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? കുറച്ച് ഞങ്ങൾക്ക് ലഭിച്ച ഡോക്യുമെന്റുകൾ, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സെമിസ്റ്റർ മാർക്ക് ലിസ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടുന്ന നിലയുണ്ടായി. അദ്ദേഹം പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നിലയുണ്ടായി. ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ച ഘട്ടത്തിലാണ് ഞങ്ങൾ സർവകലാശാലയെ ബന്ധപ്പെടുന്നത്. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ നോക്കരുത്. കോഴ്സ് സർട്ടിഫിക്കറ്റിലുള്ള കോഴ്സിന്റെ പേര് പോലും തെറ്റാണ്. മര്യാദക്ക് കോഴ്സിന്റെ പേരെങ്കിലും ശരിയാക്കി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല.